കേരളത്തിന്റെ സാമ്പത്തിക ഭാവിക്കും വിവര സാങ്കേതിക വിദ്യ മേഖലയ്ക്കും വലിയ കുതിച്ചുചാട്ടം നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി പതിറ്റാണ്ടുകൾ നീണ്ട തർക്കങ്ങൾക്കും കാലതാമസങ്ങൾക്കും ശേഷം ഒടുവിൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ദുബായ് ആസ്ഥാനമായുള്ള ടീകോം ഇൻവെസ്റ്റ്മെന്റ്സുമായി ചേർന്ന് വിഭാവനം ചെയ്ത ഈ വൻകിട പദ്ധതി സ്മാർട്ട് എന്ന പേരിന് അർത്ഥം നൽകാതെ കേരളത്തിന്റെ IT സ്വപ്നങ്ങൾക്ക് ഒരു മങ്ങലായി അവശേഷിച്ചു. എന്തുകൊണ്ടാണ് ഈ സ്വപ്ന പദ്ധതിക്ക് അതിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയാതെ പോയത്? ഇതിന് പിന്നിലെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? നമുക്ക് വിശദമായി പരിശോധിക്കാം. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2003 അന്നത്തെ AK ആന്റണി സർക്കാരിന്റെ കാലത്ത് IT മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലാണ് കൊച്ചിയിൽ ഒരു വലിയ IT ടൗൺഷിപ്പ് എന്ന ആശയം രൂപം കൊണ്ടത്. ദുബായ് ഇന്റർനെറ്റ് സിറ്റിയുടെ മാതൃകയിൽ ഒരു പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ ആലോചിച്ചു. തുടർന്ന് 2005 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ദുബായ് ഹോൾഡിംഗ്സിന്റെ ഉപകമ്പനിയായ ടീകോം ഇൻവെസ്റ്റ്മെന്റ്സുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. കാക്കനാട്ടെ 246 ഏക്കർ സ്ഥലത്ത് 8.8 ദശലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച് 90,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഈ പദ്ധതി വാഗ്ദാനം ചെയ്തു. ഇതൊരു ലോകോത്തര നിലവാരമുള്ള IT ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കുമെന്നും പദ്ധതി ഉറപ്പു നൽകി. കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് ഇത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും ആഗോള നിക്ഷേപകരെ ആകർഷിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെട്ടു. സ്മാർട്ട് സിറ്റി കൊച്ചി ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സംയുക്ത സംരംഭം രൂപീകരിച്ചു. ഇതിൽ ടീകോമിന് 84% ഓഹരി പങ്കാളിത്തവും കേരള സർക്കാരിന് 16% ഓഹരി പങ്കാളിത്തവുമാണ് ഉണ്ടായിരുന്നത്. 99 വർഷത്തേക്ക് ഏക്കറിന് ₹1 പാട്ടത്തിന് ഭൂമി നൽകി എന്നതായിരുന്നു ഒരു പ്രധാന വ്യവസ്ഥ. എന്നാൽ പദ്ധതിയുടെ തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയ വിവാദങ്ങൾ ഇതിനെ വേട്ടയാടി. അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് VS അച്യുതാനന്ദൻ, ഈ പദ്ധതി ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെന്ന് ആരോപിച്ചു. ടീകോം 12% ഭൂമിക്ക് പൂർണ്ണ ഉടമസ്ഥാവകാശം ആവശ്യപ്പെട്ടതായിരുന്നു പ്രധാന തർക്കവിഷയം. ഈ ഭൂമി വിൽക്കാൻ ടീകോമിന് അനുവാദം നൽകുന്നത് സംസ്ഥാന താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രതിപക്ഷം വാദിച്ചു. ഈ തർക്കം കാരണം പദ്ധതിയുടെ മുന്നോട്ടു പോക്ക് 4 വർഷത്തോളം സ്തംഭിച്ചു. 2006 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സർക്കാർ താൽപര്യം കാണിച്ചു. എന്നാൽ മുൻപ് ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ സംസ്ഥാനത്തിന് അനുകൂലമല്ലെന്ന് അദ്ദേഹം വാദിച്ചു. തുടർന്ന് 2007 ടീകോമുമായി പുതിയൊരു കരാറിൽ ഒപ്പുവെച്ചു. ഈ കരാറിൽ സംസ്ഥാനത്തിന് അനുകൂലമായ കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരുന്നു. 12% പൂർണ്ണ ഉടമസ്ഥാവകാശമുള്ള ഭൂമി പ്രത്യേക സാമ്പത്തിക മേഖലയുടെ ഉള്ളിൽ മാത്രമേ അനുവദിക്കൂ എന്ന വ്യവസ്ഥ ഇതിൽ പ്രധാനമായിരുന്നു. ഇത് ടീകോമിന് ആ ഭൂമി പുറത്തു വിൽക്കുന്നത് പ്രയാസകരമാക്കി. 2007 നവംബർ 16 VS അച്യുതാനന്ദൻ പദ്ധതിയുടെ തറക്കല്ലിട്ടു. എങ്കിലും പൂർണ്ണ ഉടമസ്ഥാവകാശമുള്ള ഭൂമിയെക്കുറിച്ചുള്ള തർക്കങ്ങൾ 2011 വരെ തുടർന്നു. ഒടുവിൽ 2011 ഫെബ്രുവരിയിൽ അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും ദുബായ് ഹോൾഡിംഗ്സ് പ്രതിനിധികളും തമ്മിൽ നടന്ന ചർച്ചയിൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പുണ്ടായി. ഇത് പദ്ധതിക്ക് ഒരു പുതിയ ഊർജം നൽകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടു. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഏറ്റവും വലിയ തിരിച്ചടി ടീകോം ഇൻവെസ്റ്റ്മെന്റ്സിന്റെ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു. 2008-2009 കാലഘട്ടത്തിലുണ്ടായ ആഗോള സാമ്പത്തിക മാന്ദ്യം ദുബായിയെയും ദുബായ് ഹോൾഡിംഗ്സിനെയും ഗുരുതരമായി ബാധിച്ചു. ഇത് ടീകോമിന് കൊച്ചിയിലെ പദ്ധതിയിൽ നിക്ഷേപം നടത്താനുള്ള ശേഷി കുറച്ചു. ദുബായ് കമ്പനിക്ക് പണമില്ല എന്ന് VS അച്യുതാനന്ദൻ 2012 പരസ്യമായി പറയുകയുണ്ടായി. ടീകോം വാഗ്ദാനം ചെയ്ത 1,700 കോടി രൂപയുടെ നിക്ഷേപത്തിൽ ഏകദേശം 100 കോടി രൂപയുടെ പ്രാഥമിക നിക്ഷേപം മാത്രമാണ് നടന്നത്. 2017 ദുബായ് ഹോൾഡിംഗ്സിന്റെ ഉടമസ്ഥാവകാശത്തിൽ മാറ്റങ്ങൾ വന്നതും ഗൾഫ് മേഖലയ്ക്ക് പുറത്തുള്ള പദ്ധതികളിൽ നിക്ഷേപം നടത്തുന്നത് ഒഴിവാക്കാനുള്ള അവരുടെ നയപരമായ തീരുമാനങ്ങളും ടീകോമിന്റെ കൊച്ചിയിലെ പ്രതിബദ്ധതയെ കൂടുതൽ ദുർബലപ്പെടുത്തി. ഇതിന്റെയെല്ലാം ഫലമായി പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായി. വാഗ്ദാനം ചെയ്ത വലിയ IT പാർക്ക് യാഥാർത്ഥ്യമാകാതെ കിടന്നു. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഏറ്റവും വലിയ പരാജയം വാഗ്ദാനം ചെയ്ത തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ വന്ന വീഴ്ചയാണ്. 90,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നായിരുന്നു പ്രധാന വാഗ്ദാനം. എന്നാൽ 10 വർഷം പിന്നിട്ടിട്ടും 3,000 മുതൽ 5,000 വരെ തൊഴിലവസരങ്ങൾ മാത്രമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്. നിർമ്മാണ പ്രവർത്തനങ്ങളിലും വലിയ പുരോഗതി ഉണ്ടായില്ല. ടീകോം നേരിട്ട് നിർമ്മിച്ചത് 6.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു IT ടവർ മാത്രമാണ്. ഇത് 2016 ഫെബ്രുവരി 20 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. എന്നാൽ വാഗ്ദാനം ചെയ്ത 8.8 ദശലക്ഷം ചതുരശ്ര അടി കെട്ടിട സമുച്ചയം പൂർത്തിയാക്കാനായില്ല. സ്വകാര്യ സംരംഭകർ 61 ദശലക്ഷം ചതുരശ്ര അടി കെട്ടിടങ്ങൾ നിർമ്മിക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതും പൂർണ്ണമായി നടപ്പിലായില്ല.
ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ എണ്ണവും വളരെ കുറവായിരുന്നു. 37 കമ്പനികളാണ് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. ഇതിൽ 27 എണ്ണം IT കമ്പനികളാണ്. ഇവയിൽ 3 എണ്ണം മാത്രമാണ് ബഹുരാഷ്ട്ര കമ്പനികൾ. ബാക്കിയുള്ളവ ഇടത്തരം കമ്പനികളും സ്റ്റാർട്ടപ്പുകളുമാണ്. ലോകോത്തര നിലവാരമുള്ള വലിയ സോഫ്റ്റ്വെയർ കമ്പനികളൊന്നും ഇവിടെ ഓഫീസുകൾ തുറന്നില്ല. കൂടാതെ പദ്ധതിയുടെ ഭാഗമായി വിഭാവനം ചെയ്ത റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകൾ, മാളുകൾ, സിനിമാശാലകൾ തുടങ്ങിയ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും യാഥാർത്ഥ്യമായില്ല. 246 ഏക്കർ ഭൂമിയിൽ ഭൂരിഭാഗവും ഉപയോഗിക്കാതെ കിടന്നു. പദ്ധതി സ്തംഭനാവസ്ഥയിലായതോടെ പിണറായി വിജയൻ സർക്കാർ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാവിയെക്കുറിച്ച് പുനരാലോചന തുടങ്ങി. ടി-കോമിന് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ശേഷിയോ താൽപ്പര്യമോ ഇല്ലെന്ന് സർക്കാർ വിലയിരുത്തി. ഒടുവിൽ 2024 ഡിസംബറിൽ കേരള സർക്കാർ ടി-കോമുമായുള്ള സ്മാർട്ട് സിറ്റി കരാർ റദ്ദാക്കാനും അവരുടെ 84% ഓഹരികൾ തിരികെ വാങ്ങാനും തീരുമാനിച്ചു. ഈ തീരുമാനവും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ടി-കോം കരാർ ലംഘിച്ചതുകൊണ്ട് അവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതില്ലെന്നും പകരം സർക്കാർ ടി-കോമിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുകയാണ് വേണ്ടതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഈ നീക്കം ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെന്നും CPM നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള റിയൽ എസ്റ്റേറ്റ് ഭീമന്മാർക്ക് 246 ഏക്കർ ഭൂമി കൈമാറാനുള്ള ഒളിഞ്ഞ നീക്കമാണെന്നും ആരോപിച്ചു. 2007 കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം ടി-കോം വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ സർക്കാരിന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാമെന്ന് മുൻ IT ഉപദേഷ്ടാവ് ജോസഫ് C. മാത്യു ചൂണ്ടിക്കാട്ടി. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ മന്ത്രി P. രാജീവും ഈ ആരോപണങ്ങൾ നിഷേധിച്ചു. ടി-കോമിന് നൽകുന്നത് നഷ്ടപരിഹാരമല്ലെന്നും സംയുക്ത സംരംഭത്തിൽ അവർക്കുള്ള ഓഹരികളുടെ മൂല്യം തിരികെ നൽകുകയാണെന്നും സർക്കാർ വ്യക്തമാക്കി. ഭാവിയിൽ ഉണ്ടാകാവുന്ന നിയമപരമായ തർക്കങ്ങൾ ഒഴിവാക്കുന്നതിനും തരിശുഭൂമി തിരിച്ചുപിടിക്കുന്നതിനും സംസ്ഥാനത്തിന്റെ IT വികസനത്തിനായി ഈ ഭൂമി ഉപയോഗിക്കുന്നതിനുമാണ് ഈ നടപടിയെന്ന് സർക്കാർ വിശദീകരിച്ചു. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ് ടി-കോമുമായുള്ള പിന്മാറ്റവും സ്മാർട്ട് സിറ്റിയുടെ ഭാവിയും സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്തിയത്. പദ്ധതിയുടെ കാലതാമസത്തിന് പ്രധാന കാരണം 2019 ആരംഭിച്ച ആഗോള COVID-19 മഹാമാരിയാണെന്ന് ടി-കോമും ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടിയതും വിവാദങ്ങൾക്ക് കാരണമായി. എന്നാൽ 2021 പൂർത്തിയാക്കേണ്ടിയിരുന്ന പദ്ധതിക്ക് കോവിഡ് കാലത്ത് മാത്രമായിരുന്നില്ല കാലതാമസം നേരിട്ടതെന്ന് പ്രതിപക്ഷം വാദിച്ചു. ടി-കോം പിന്മാറുന്നതോടെ 246 ഏക്കർ ഭൂമി സർക്കാരിന്റെ നിയന്ത്രണത്തിലാകും. കൊച്ചി ഇൻഫോ പാർക്കിനോട് ചേർന്നുള്ള ഈ ഭൂമി സംസ്ഥാനത്തിന്റെ IT അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും കൂടുതൽ കമ്പനികളെ ആകർഷിക്കാനും ഉപയോഗിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇൻഫോ പാർക്ക് പൂർണ്ണമായി വികസിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ സ്മാർട്ട് സിറ്റി ഭൂമി IT വികസനത്തിന് വലിയ സാധ്യതകൾ തുറന്നു നൽകുമെന്നാണ് പ്രതീക്ഷ. പുതിയ സ്വകാര്യ പങ്കാളിത്തങ്ങളില്ലാതെ സർക്കാർ നേരിട്ട് ഈ ഭൂമി വികസിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമാണ്. വലിയ പ്രതീക്ഷകളോടെ ആരംഭിച്ച ഒരു പദ്ധതി രാഷ്ട്രീയ വിവാദങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, കരാർ ലംഘനങ്ങൾ എന്നിവ കാരണം എങ്ങനെ പരാജയപ്പെട്ടു എന്നതിന്റെ ഒരു ഉദാഹരണമാണിത്. സ്മാർട്ട് എന്ന പേരിന് അർത്ഥം നൽകാതെ ഒരു സ്വപ്നം മാത്രമായി ഇത് അവശേഷിച്ചു. ഈ പദ്ധതിയിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് ഭാവിയിൽ ഇത്തരം വൻകിട പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ കൂടുതൽ ജാഗ്രതയും ദീർഘവീക്ഷണവും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഉപയോഗശൂന്യമായി കിടന്ന ഈ ഭൂമി ഇപ്പോൾ സർക്കാരിന്റെ കൈകളിലേക്ക് തിരികെ എത്തുന്നത് കേരളത്തിന്റെ IT മേഖലയ്ക്ക് ഒരു പുതിയ തുടക്കം നൽകുമോ എന്ന് കണ്ടറിയണം. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.